സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ കളർഫുള്ളാകും. ബസ്സുകളുടെ ഏകീകൃത വെള്ള നിറം പിൻവലിക്കാൻ തീരുമാനമായി. ഇന്ന് ചേർന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. റിനു ശ്രീധർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റിനു, ഈ ടൂറിസ്റ്റ് ബസ്സുകളിലെ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളിലെ അലങ്കാരം അത് അരോചകവും അപകട സാധ്യതയും ഉയർത്തിയപ്പോഴാണ് എല്ലാത്തിനെയും പിടിച്ച് വെള്ളയടിപ്പിച്ചത്. ആ തീരുമാനം അത് വീണ്ടും വിചാരമുണ്ടാകുന്നത് പഴയ പോലെ കളറാക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗോകുൽ, 2022 നമുക്കറിയാം വടക്കാഞ്ചേരിയിലെ 5 വിദ്യാർത്ഥികളടക്കം 9 പേരുടെ ജീവൻ നഷ്ടമായ ബസ് അപകടം. ആ ബസ് അപകടത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഒരു ഏകീകൃത വെള്ള നിറം ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം 24-ലൂടെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അത് മാറ്റുന്ന അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് ബസ്സുകൾക്ക് നിറം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ള ഒരു കാര്യം അറിയിച്ചത്. കുട്ടികളടക്കം അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ചേർന്ന റോഡ് ട്രാൻസ്പോർട്ട് അതായത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ ഈ വെള്ള നിറം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏകീകൃത വെള്ള നിറം മാറ്റും, പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള നിയമം ഉണ്ടാകും. കാരണം ഈ യാത്രക്കാരുടെയോ അല്ലെങ്കിൽ ഡ്രൈവറുടെയോ ശ്രദ്ധ പോകുന്ന തരത്തിൽ ഈ വലിയ സിനിമാ താരങ്ങളുടെയൊക്കെ തന്നെ സ്റ്റിക്കർ നൽകുന്ന തരത്തിലേക്ക് അത്തരം ഒരു അനുമതി നൽകില്ലെങ്കിൽ പോലും മറ്റു കളറുകൾ, ഏകീകൃത വെള്ള നിറം മാറ്റിക്കൊണ്ടുള്ള മറ്റു കളറുകൾ നൽകുവാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ളൊരു തീരുമാനം അത് ഉത്തരവായി തന്നെ ഉടൻ ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ യൂണിയനുകൾ, അതായത് CITU, INTC അടക്കമുള്ള ബസ് യൂണിയനുകൾ അടക്കം ഈ യോഗത്തിൽ ചേർന്നിരുന്നു. അവരുടെ ഭൂരിഭാഗ അഭിപ്രായത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.